നോക്ക് ഗൈസ്, അഗസ്തിപ്പൂ നോക്ക് ഗൈസ്. ഇതാണ് അഗസ്തിപ്പൂ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ടയറോഡ് നല്ലതെന്ന് എപ്പോഴും. അതാ രാവിലെ ഇപ്പോൾ ഉറക്കൊഴിച്ചൊരുന്നപ്പോൾ ആ കൊച്ച് പറിച്ചുകൊണ്ട് തന്നതാണ്. ഇത് ഇച്ചിരി കളറുള്ള പൂട്ടാ, തനി വെള്ളപ്പൂവുണ്ട്, പിന്നെ ഇച്ചിരി ചുവന്ന കളറുള്ളതും ഉണ്ട് കേട്ടോ. ചമ്മന്തി അരച്ച് കഴിച്ചാൽ ടയറോഡ് പെട്ടെന്ന് കുറയുമെന്നാണ് പറയണത്, നോർമലാവുമെന്ന്. അപ്പം ഈ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ നിന്ന് കുറേ കൊണ്ടുവന്നായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം. ഞാൻ 3-4 ദിവസമായിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷെ എനിക്കിപ്പം ടെസ്റ്റ് ചെയ്തിട്ട് കുറവുണ്ട് കേട്ടോ. ഞാൻ കുറേ ദിവസം കൊണ്ട് വന്നപ്പോൾ കഴിക്കുന്നുണ്ട്. ആ പൈസ കിട്ടൂലേ പിന്നെ, അല്ലാണ്ട് നല്ല ഇതല്ലേ ഇത്. പക്ഷെ ഇത് ഉപയോഗമുള്ള സാധനമുണ്ടാ. ഇത് ആർക്കും അറിഞ്ഞൂടാ. ഒരുപാട് വയറിൽ അൾസറിൻ്റെ അസുഖത്തിനൊക്കെ ഇത് നല്ലതെന്ന് പറയണം. പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറേ ഇപ്പോൾ തുടർച്ചയായിട്ട് വന്നപ്പോൾ തൊട്ട് കഴിക്കുന്നുണ്ടേ. അപ്പോൾ എനിക്ക് ടയറോഡ് ഇപ്പോൾ ഇന്നിപ്പോൾ ചെക്ക് ചെയ്ത് നോർമൽ ആയി വരുന്നുണ്ട്. കുറവുണ്ട്, ഇച്ചിരി കുറഞ്ഞു, ആദ്യത്തെക്കാളും കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് ഏറ്റവും നല്ല മരുന്നാണ്. ഇതിൻ്റെ ഇല ഇട്ടിട്ട് ചമ്മന്തി അരച്ച് കഴിച്ചാൽ നമ്മുടെ ടയറോഡ് കുറയുമെന്നാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പേരെന്തരാ പറയുമല്ലോ നമ്മൾ, എന്തൊരു അമൃത്. ആ, ഇതൊക്കെ നാട്ടിൽ നമുക്ക് ഇവിടെ ആർക്കും വേണ്ടല്ലേ. ഇത് അമൃതം കായാണ് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഭയങ്കര വിലയാണ് അവിടെ. നമുക്ക് കാണുമ്പോൾ മേടിച്ച് കഴിക്കാൻ തോന്നും കേട്ടോ. പക്ഷെ വില കാരണം ഞാൻ വാങ്ങിക്കില്ല. 300 രൂപ 250 രൂപ ഒക്കെ കൊടുക്കണം. 1/2 കിലോ ഒക്കെ വേണമെങ്കിൽ. ഇതൊക്കെ ഉപയോഗമാണ്. ഈ മുള്ളാത്തി ഉണ്ടില്ലേ നമ്മളെ വീട്ടിൽ ഇരിക്കണ, ഒരു ചക്ക 1000 രൂപയാണ്. ഒരെണ്ണം 1000 രൂപ വീട്ടിലുണ്ട്, നമ്മുടെ വീട്ടിലുണ്ട്. ഞാൻ പോകുമ്പം പരുവാമെങ്കിൽ കൊണ്ടുപോകും. ഇത് വിളഞ്ഞതാണ് തോന്നുന്നു കേട്ടോ. പോകുമ്പോൾ ഉണ്ടെങ്കിൽ 2 എണ്ണം തരണേ, എനിക്ക് കൊണ്ടുപോയി കേട്ടോ. അതിൻ്റെ ഹസ്ബൻഡ് കുറച്ച് ദിവസം മുന്നേ എനിക്ക് കുറേ പറിച്ചുകൊണ്ട് തന്നു പൂവ്. പക്ഷെ 3-4 ദിവസം വെച്ച് കേട്ടോ അത്. ഞാൻ 5-ാം തീയതിക്കകത്ത് വിളയുമായിരിക്കും അല്ലേ. ടിക്കറ്റും കൂടെ നോക്കണം മോനെ. അസുഖം കുറഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റൂ. മുരിങ്ങയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടോളി. മുരിങ്ങയില ഭയങ്കര വിലയാണ്. ആ മുരിങ്ങ ഇങ്ങനെ അല്ലേ. അതാണേ കായ്ക്കേണ്ട സമയമായി. കാച്ചില്ലേ, ആണായിരിക്കും കേട്ടാ. അടുത്തെവിടെയെങ്കിലും പെണ്ണുണ്ടെങ്കിൽ കഴിക്കും. പുല്ല് അവിടെ എവിടെയെങ്കിലും പെണ്ണുണ്ടെങ്കിൽ കാച്ചിനെന്ന് എവിടെ ഇരിക്കണം. അയ്യോ അമ്മ, മുരിങ്ങയിലാണ്ട. ഇനി പോകുമ്പോൾ ഇച്ചിരി ഒടിച്ചോണ്ട് പോവാം. ഇല്ല, മോളൊന്നിനും പോണില്ല. മോളിപ്പോൾ PSC എഴുതിക്കൊണ്ടിരിക്കണം. അവനെ മൂത്തോളല്ലേ PSC എഴുതിക്കൊണ്ടിരിക്കണം. അതെഴുതി ഇപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ പോവായിരിക്കും. മൂത്തോളാ ഇളയോളാ? ഇളയോളായിരിക്കണോ ചോദിക്കണേ. ആശുപത്രി പോകുമ്പോൾ ചിക്കൻ മേടിക്കാൻ വന്നത്. അവിടെ ആറി ഹോസ്പിറ്റലിൽ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് കണ്ണിട്ടൊക്കെ ഉണ്ട് തന്നെ. അറിയാൻ നല്ല രസമുണ്ട്. ഇത് കണ്ട, ഇതാണ് ചുണ്ടയ്ക്ക എന്ന് പറയുന്ന സംഭവം. നോക്കിയാണ് ഇഷ്ടം പോലെ ഉണ്ട് കണ്ടോ. ഇതവിടെ കുവൈറ്റിൽ ഭയങ്കര വിലയാണ്. നമ്മൾ ലുലു ചെല്ലുമ്പോൾ കാണൂലേ, ആ സാധനമാണിത്. ഭയങ്കര വിലയാണ്. എന്താ ഭയങ്കര വിലയാണ്.
നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന സംഭവമാണിത്. പക്ഷേ ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ സംഭവം. കറി വെച്ചാലേ, ഞാനിപ്പോൾ വീട്ടിലും ഒരു തൈ കൊണ്ട് നട്ടിട്ടുണ്ട്, ഇപ്പോൾ പിടിക്കുന്നുണ്ട്. വേണ്ട ഇത് ഹൈറ്റൊക്കെ ഉണ്ട്, വേണ്ട രസമുണ്ടല്ലേ, നല്ല രസമുണ്ട് കണ്ടോ. കുറേ ഉണ്ടല്ലേ. അല്ല, അവളെന്നെ കൊളസ്ട്രോൾ ആയതുകൊണ്ട് ഇവിടെ കൊണ്ട് ഇറക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങോട്ട് നടക്കാൻ. അപ്പോൾ ഈ വഴി അങ്ങ് നടന്ന് കയറാമെന്ന് വെച്ച്. ഇപ്പോൾ കുറേ ഇപ്പം ഇങ്ങനെ നടക്കാറുണ്ട്. കൊളസ്ട്രോളൊക്കെ ആയതുകൊണ്ട് നടക്കുന്നത് നല്ലതല്ലേ. അപ്പം ഞാൻ നടക്കാറുണ്ട്, കുറച്ചൊക്കെ ഞാൻ നടക്കും. അയ്യോ, ഈ തേരിയൊക്കെ ഒരു 10 പ്രാവശ്യം കയറാമെങ്കിൽ നല്ലത്. കുറേ അപ്പം ഇതുവഴി പോകും. ഇവിടെ നിന്ന് കുറേ അഗസ്തിപ്പൂ കൊണ്ടു തന്നായിരുന്നു. അഗസ്തിപ്പൂവിൻ്റെ മരം നിൽക്കുന്ന ഇതാണ് അഗസ്തി മരം. അതെ, കണ്ട പൂ ഉണ്ടായിരിക്കുന്നു. ഇതാണ് അഗസ്തിപ്പൂ. 2 മരമുണ്ട്. കുറേ ദിവസം പയ്യൻ പറിച്ചുകൊണ്ട് തന്നായിരുന്നു. ഇനി ഇവിടെ പുളിച്ചിക്ക കഴിക്കണം, കാണിച്ചു തരാം. വലിയ പുളിഞ്ചിക്കല്ലേ, കണ്ട 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 പുളിഞ്ചിക്ക കണ്ട, പഴുത്തിരിക്കുന്ന നോക്കിക്ക് മണ്ടയ്ക്ക്. അതുകൊണ്ട് ഒന്ന് ഞാൻ പറിച്ചു നോക്ക്. ഇരുമ്പും പുളി പോലത്തെ സംഭവം ഇത്. പിന്നെ നമുക്ക് ഈ ചുമയൊക്കെ വരുമ്പം കാപ്പി ഇട്ട് കുടിക്കൂലേ, ആടലോടകം എന്ന് പറയുന്ന സംഭവം, ആ ഇലയാണിത്. ആടലോടകം ഇതിട്ട് കാപ്പി ഇട്ട് കുടിച്ചാൽ കുറയാത്ത ചുമയും കുറയുമെന്നാണ് പറയുന്നത്. ഇതാണ്ടേ, ഇതൊക്കെ എന്തോ ഒരു വിലയുള്ള സംഭവം എന്നറിയാമോ. ഭയങ്കര വിലയാണ് സാധനം. അമ്മയുടെ പെയ്യോടെ ഗേസ്. ഇപ്പോൾ എല്ലായിടത്തും ചക്ക കുറവാണേ. നമ്മളെ ചേച്ചിയുടെ വീട്ടിൽ ചക്ക ഉണ്ട്, കണ്ട വലിയ ചക്ക അല്ലേ. അപ്പോൾ എനിക്ക് കൊണ്ടുപോകാത്തി ചക്ക വേണം. ഞാൻ ഒരു ചക്ക അടിച്ചുകൊണ്ട് പോകുന്ന പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഇവിടെ ആരും ഇല്ല അടക്കാൻ. അല്ല, ഇത് അടക്കാൻ പാടില്ല, ഇത് വളഞ്ഞു വെച്ച്. ഇനി അപ്പുറത്ത് കാണിച്ചു തരാവേ. ഇപ്പം എല്ലായിടത്തും അങ്ങനെ ചക്ക ആയില്ലല്ലേ, എല്ലായിടത്തും അങ്ങനെ ആയില്ല ഗേസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കിയാണ് എന്താ മൂട്ടിൽ ഫ്രണ്ടിലും നമുക്കുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം കേട്ടോ. അവിടെ ഇത് ഇടിച്ചക്കപ്പരു. ഈ ചക്കയാണ് നമ്മുടെ ഇടിച്ചക്ക തോരൻ വയ്ക്കൂലേ, അത് വേണ്ടേ വേണ്ട. ഈ സൈഡിലും ഉണ്ട്. ഇവിടെ വേണ്ട, വേണ്ട വീണ് കിടക്കണ്. ഇവിടെ ഉള്ളവർക്ക് ചക്കയൊന്നും വേണ്ട കേസ്. കണ്ട കണ്ട ഉണ്ട്. പിന്നെ നെല്ലിക്ക ഉണ്ട. ചേച്ചി നെല്ലിക്ക നിർത്തിയേക്കണേ 5-6 കേട്ടാ, ആർക്കും കൊടുക്കല്ലേ. നോക്കിക്കാണ് ഇതാണ്ട് പഴുത്തിരിക്കുന്നു. അച്ചാറിടാൻ നല്ല സൂപ്പറാണ്. അച്ചാറിടാനും ഉപ്പിലിടാനും നല്ല സൂപ്പറാണ് ഈ ഇത്. നമുക്ക് ശരിക്കും ഉണ്ടല്ലേ, പഴുത്ത് വരുന്നതേ അത്. മുളക് ഇതവിടെ മുളക് വയ്ക്കുന്നുണ്ട്. ഇത് മുളകുണ്ട്. ഇതിപ്പം പിടിച്ച ചക്കയാണ്. കുറേ ചക്ക. ഇപ്പം അരപ്പയിലൊക്കെ എടുത്തിട്ടേക്കണോക്കാണ്. ഇപ്പം അരപ്പയിലൊന്നും ആർക്കും വേണ്ട. അരപ്പയിലിൻ്റെ ഉപയോഗമായി നോക്കിക്കാണ്. എന്താ നെല്ലിക്ക
പിന്നെ ഇവിടെ ചക്ക. ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ട് എല്ലാ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു പല്ല് തേപ്പ്, രാവിലെ സ്കൂളിൽ പോകാൻ പോണേ ചോറ് തിന്നിട്ടൊരു പല്ല് തേപ്പ്. രാവിലെ അല്ലേ അച്ഛാ? ആ രാവിലെ തേച്ച്. പിന്നെ മീൻ മണക്കുമെന്ന് പറഞ്ഞിട്ടാണ് ചേച്ചി സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ പോവാൻ സമയമായി. വേണ്ട ബലിക്കാക്ക, കുറേ നാളുകൊണ്ട് ബലിക്കാക്കയെ കാണാനില്ല. വേണ്ട ബലിക്കാക്ക വന്നിരിക്കണണ്ട. ബലിക്കാക്ക എന്ന് പറയുമ്പോൾ വലിയ കാക്ക. ഇവിടുന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൂമ്പൊടിച്ചത്. 4 മാസം മുന്നേ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പെരടൊക്കെ കൊടുക്കാട്ടെ ഇരിക്കുന്നു. കുറേ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം മുറിച്ച് കളഞ്ഞു. മാവും പ്ലാവും ഒക്കെ മുറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടേക്കാണ് പെരട വസ്തുവൊക്കെ. ഇതെൻ്റെ വെലിക്കാക്ക ഇരിക്കണുണ്ടാ. അതാണ് വെലിക്കാക്ക. ഇതേ ഇരിക്കണേ. നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. മണി പ്ലാന്റ് പടർന്ന് കിടക്കുന്നൊക്കെയാണ്. കല്ല്, ഈ കല്ലിൽ ചവിട്ടാൻ വയ്യ. കല്ല് ചവിട്ടുമ്പോൾ കാല് ഭയങ്കര വേദന. അമ്മേ, അവിടെ ഒരു പ്ലാവിലേ ചെറിയ ചക്ക പിടിച്ചിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ചക്ക ചക്ക ചക്ക, കുഞ്ഞിച്ചക്ക. കണ്ട, കൈ വെച്ച് പറിക്കാം. ഇത്രയുള്ള മൂട്. ഇത് കണ്ട, പറിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഇടിച്ചക്ക പരുവം. മറ്റത് ചക്കയായി വലുതായി. ഇത് ഇടിച്ചക്ക പരുവം. ഇത് നമ്മുടെ കാലിൽ മുറിവ് വരുമ്പോൾ ഒത്തിരി എടുത്തിട്ട് കൈക്ക് തേച്ച് കൊടുത്താൽ മതി. പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അതായത് ഷുഗറൊക്കെ ഉള്ളവർക്ക് നല്ലതാണ് ഈ സംഭവം. തേങ്ങ